ഇതിപ്പോൾ രണ്ടായിട്ട് നിൽക്കുകയാണ്, മാറി മാറി നിൽക്കുന്നുണ്ടാ. ഇതുപോലത്തെ തൈകൾ മാക്സിമം എടുക്കാതിരിക്കുക. എത്ര സൂപ്പറായിട്ട് നിൽക്കണമെന്ന്, നല്ല പഴുത്ത് നിൽക്കുന്നത് കണ്ടാ. ഒന്നല്ല, ഇഷ്ടം പോലെ അതെല്ലാം തറയിൽ വീഴുന്ന് കിടക്കുന്നുണ്ടാ. കണ്ട ഇവിടെ മൊസാമ്പി ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. ഓറഞ്ച് കാച്ചിരിക്കുന്നതുണ്ടോ? ഇത് കാച്ചിരിക്കുന്ന ഓറഞ്ച് 800 രൂപയുള്ളൂ. ഇത് കണ്ട ഇത് ഗോൾഡൻ സീതാപ്പഴമാണ്, പഴുത്തിരിക്കുന്നുണ്ട്, നല്ല പഴുത്ത് നിൽക്കുക. ഇതാണ് റംബൂട്ടാൻ്റെ വലിയ തൈയാണ്. ഇത് 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഇസ്രായേലി ഓറഞ്ചാണ്, ബുഷ് ഓറഞ്ച് 60 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 175ആണ്. ഇത് നമുക്ക് തൊലിയോടെ കഴിക്കാൻ പറ്റും. ബുഷ് ഓറഞ്ച് നമുക്ക് ഭയങ്കര പുളിപ്പാണ്, അത് തൊലിയോടെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ തൊലിയും കഴിക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് തേൻവരിക്കയാണ്. ഇത് 120 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല തൈയാണ് കേട്ടോ, 120 രൂപയ്ക്ക് വരുന്നത്. 120, 125, കുറച്ച് പൊക്കമുള്ള ഒരു 5 രൂപ വ്യത്യാസം. ഇത്രയും വലിയ മാവ് നല്ല പൂത്തൊക്കെ നിൽക്കുന്നുണ്ട്, കോട്ടർക്കണ്ണ മാവാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇവിടെ നമ്മുടെ പുതിയ കുറേ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഞാൻ പറയുന്നത്. ഇപ്പം കണ്ടോ, ഈ ഒരു വൈറ്റ് ഞാവൽ ഇതിൻ്റെ വില വരുന്നത് 900 രൂപയാണ്. കണ്ടോ, നല്ല നല്ല സൈസുള്ള ചെടിയാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 900 രൂപയാണ്. ഇതുപോലെ ഇഷ്ടംപോലെ മാവുകൾ. ഇത് നാസിക് പസം എന്ന് പറഞ്ഞൊരു മാവാണ്. ഇതെല്ലാം വരുന്നത് ഈ ചെറിയ കവറിന് വരുന്നത് 450 രൂപയാണ് ഈ റേറ്റ് വരുന്നത്. ഇതെല്ലാം വരുന്നത് 600 രൂപ വരെ മാങ്ങാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. ഇതെല്ലാം അത്യാവശ്യം പൂവിനുള്ള ഒരു ഇതായിട്ടുണ്ട്. ഇതെല്ലാം ഈ റേഞ്ച് വരുന്നതെല്ലാം കാറ്റിമോണാണ്. കാറ്റിമോൺ 600 രൂപയാണ് ഈ കാറ്റിമോൺ. ഇതെല്ലാം 450 രൂപയുടെ മാവാണ് കേട്ടോ. നമ്മളെക്കാളും പൊക്കമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇലകളുള്ള മാവാണ് കേട്ടോ. ഇതെല്ലാം 450-ൻ്റെയാണ്. ഈ ചെറിയ ഇതിൽ വരുന്നതെല്ലാം 450-ൻ്റെയാണ് തൈകളാണ് കേട്ടോ. വലിയ സൂപ്പറായിട്ട് വേരൊക്കെ ഇറങ്ങിയ തൈകളാണ് ഇതെല്ലാം. നമ്മൾ എടുക്കുമ്പോഴേ മാക്സിമം നമ്മൾ ഇത് രണ്ടും ഏകദേശം യോജിച്ച തൈകൾ നോക്കി എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ദിവസം കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി ഇതില്ലാതായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള തൈകൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കുറേ കാലം നിൽക്കും. കണ്ടോ, ഇതിപ്പോൾ രണ്ടായിട്ട് നിൽക്കുകയാണ്, മാറി മാറി നിൽക്കുന്നുണ്ടാ. ഇതുപോലത്തെ തൈകൾ മാക്സിമം എടുക്കാതിരിക്കുക. ഇത് കണ്ട വലിയ ശക്തിയില്ലാതെ ഇത് കണ്ട. മാക്സിമം രണ്ടും ഏകദേശം ഒരുപോലത്തെ തൈകൾ എടുത്തു കഴിഞ്ഞാൽ ബഡിങ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് കുറേ കാലം ഈൽഡും കിട്ടും. ഇതൊക്കെ വെറും 450 രൂപയുള്ളൂ. ഇതിൽ നാസിക് പസന്ത്, ഹിമ പസന്ത് എല്ലാം ഈ ഇതിലാണ് വരുന്നത്. ഇത് കുട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ മാവാണ്. ഇതിന് റേറ്റ് വരുന്നത് 375 രൂപയാണ്. കണ്ടോ, ഇതെല്ലാം കുട്ടിപ്പറമ്പൻ മാവാണ്. പിന്നെ ഫ്രണ്ടിലോട്ടിരിക്കുന്നത് കാറ്റിബോണ്ടയാണ്. കാറ്റിബോണ്ട് തൈയുടെ വില വരുന്നത് 600 രൂപയാണ്. അത് നല്ല വലിയ തൈ 600 രൂപ. പിന്നെ ചെറിയ തൈകൾ ഈ സൈസുള്ള തൈകളൊക്കെ ആണെങ്കിൽ 450 രൂപയൊക്കെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇത് മാവ് കാച്ചി നിൽക്കുന്നു. ഓൾ സീസൺ മാവാണ്. ഓൾ സീസൺ തായ്ലൻഡ് അത്ര നല്ല മാങ്ങ അല്ല, അത് അഭിപ്രായം ഇത്തിരി മോശമാണ് കേട്ടോ. ഇതുപോലത്തെ വരുന്നതൊന്നും മാക്സിമം എടുക്കാതിരിക്കുക. കാരണം ഇത്രയും കണ്ട രണ്ടും രണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നിൽക്കും, ഇവിടെ വലുതാവും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് പോലെ വന്ന് ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഇവിടെ വന്ന് ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. മാക്സിമം അങ്ങനത്തെ തൈകൾ എടുക്കാതിരിക്കേണ്ട. നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലത്തെ കണ്ട തൈ, ഇതുപോലത്തെ തൈകളൊന്നും മാക്സിമം എടുക്കാതിരിക്കുക. കണ്ടോ, ഇത് കണ്ടോ വലിയ ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഇത് കുറേ ദിവസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും, ഇത് മാത്രം വലുതാവും. ഇതെല്ലാം 450-ൻ്റെ റേഞ്ചുള്ളതാണ്. കണ്ടോ, പൂത്ത മാവ് ഇഷ്ടം പോലെ ഉണ്ട്. ഹിമ പസന്ത്, നാസിക് പസന്ത്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. കണ്ടോ, ഇതെല്ലാം ആ ഒരു റേഞ്ചിലുള്ള തൈകൾ തന്നെയാണുള്ളത്. ഇങ്ങോട്ട് പക്ഷെ വരുമ്പോഴേക്കും നമുക്ക് ബ്രൂണൈ കിങ്ങിൻ്റെ തൈകൾ കാണാം. ബ്രൂണൈ കിങ്ങിൻ്റെ തൈകൾ കണ്ടോ 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബ്രൂണൈ കിങ്ങിൻ്റെ ഇത്രയും നല്ല തൈകൾ വരുന്നത് 350 രൂപ. ഈ കോട്ടൂർ കോണത്തിൻ്റെ ഇതിൻ്റെയൊക്കെ തൈയുടെ വില വരുന്നത് 700 രൂപയാണ്. 700 രൂപയ്ക്ക് നല്ല തൈകളുണ്ട്. ഇത് 150-ൻ്റെ തൈയാണ്, കോട്ടൂർ കോണത്തിൻ്റെ ഉണ്ടോ, നല്ല തൈയാണ്. ഇതൊക്കെ നല്ല വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ നല്ല തൈകളാണ് ഇതൊക്കെ. ഇത് വരുന്നത് കണ്ടോ, നമ്മളെ ഹോം ഗ്രൗണ്ടിൻ്റെ ലോക്കൽ സെലക്ഷൻ വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ സീസൺ എന്നാണ് പേര്. ഇത് ഏകദേശം kg 10 ആ രീതിയിൽ വരുന്ന ഒരു തൈ ഇതാണ്. കാരണം ഇതിൽ 10 റംബൂട്ടാൻ കയറി കഴിഞ്ഞാൽ തന്നെ 1 കിലോ കിട്ടും, അതാണ് കണക്ക്. പക്ഷെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ അത്രയും വരില്ല, ഒരു 15 എണ്ണമൊക്കെ വരുമ്പോൾ 1 കിലോ ആവും. അത്രയും സൈസുള്ള റംബൂട്ടാനാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട് സീസറിൻ്റെ. ഇവർ ഹോം ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. ഇത് വെള്ളരി മാവാണ് ഈ വരുന്നതൊക്കെ. ഇതിന് വരുന്ന 200 രൂപയാണ് വെള്ളരി മാവിൻ്റെ വില വരുന്നത്. നല്ല തൈയുണ്ട്, നോക്കിയെടുക്കണം. സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല തൈ കിട്ടും. വെള്ളരി മാവിൻ്റെ വില വരുന്നത് 200 രൂപയാണ്.
450 മാവാണ്. ഇത് കണ്ടോ പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. പിന്നെ ഇവരൊക്കെ DAP ഇട്ടായിരിക്കും പെട്ടെന്ന് പൂപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആകുമ്പോൾ നല്ല തൈയിൽ തന്നെ പൂക്കളൊക്കെ കിട്ടും. അതാണ് നല്ലത് കുറച്ചുകൂടെ നമ്മളെ ചെടികളെ സംബന്ധിച്ചിടത്തോളം. ഒരു DAP ഒക്കെ ഇട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പൂക്കേണ്ട ഒരു രീതി വരുത്തുന്നത്. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ്, എൻ്റെയും ഫേവറേറ്റാണ് കുളമ്പ്. ഞാനും 2 തൈ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കാച്ചിട്ടില്ല ഇതുവരെ. 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. കാരണം അത്രയും വലിയ തൈയാണ്, നല്ല തൈയാണ്. എല്ലാം കുളമ്പ് 700 രൂപ. ഇത് വരുന്നത് ദസറായി മാങ്കോ ആണ്. കഴിച്ചിട്ടില്ല ഞാൻ. വെറൈറ്റി നടുന്നവർക്ക് ഓരോ തൈകൾ നടാൻ പറ്റും നമുക്ക്. ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. 380 രൂപയാണ് ഇതിൻ്റെ വില. ഡെയിലി ബാലിങ് അതാണ് ഇതിൻ്റെ പേര്. ഇതുപോലെ കണ്ട റംബൂട്ടാൻ്റെ പുതിയ വെറൈറ്റീസാണ് ഇതൊക്കെ. ഇതെല്ലാം ഈ ഹോം ഗ്രൗൺ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട്. ഈ ഹോം ഗ്രൗൺ റംബൂട്ടാനിൽ അതാണ് ഇത്രയും വെറൈറ്റീസൊക്കെ പറഞ്ഞത്. അവരാണ് ഇവിടെ ഇത്രയും ഫേമസ് ആക്കിയത് റംബൂട്ടാൻ ചെടിയെ. ഈ വരിക്ക റംബൂട്ടാൻ പണ്ട് കൂഴയായിരുന്നു ഉണ്ടായിരുന്നത്. വരിക്ക റംബൂട്ടാൻ ഇത്രയും ഫേമസ് ആക്കിയത് അവരായിരുന്നു. ഇതെല്ലാം 200 രൂപയാണ്. ഇത് കുളമ്പ് മാങ്ങ 200 രൂപയാണ്. കുളമ്പ് മാങ്ങ ചെറിയ തൈയാണ്. ഇത് വാങ്ങിച്ച് വയ്ക്കുന്നതിനേക്കാളും 700 രൂപയ്ക്ക് അത്രയും വലിയ തൈ അത് ഒരു 1.5 വർഷത്തിനകത്ത് കായ്ക്കും. അതാണ് ഇത്. നമ്മൾ 5 വർഷത്താണ് നല്ലത്. ഇത് റെഡ് ബനാനയാണ്. ബനാന പോലെ ഇരിക്കും, അങ്ങനത്തെ ഒരു നീണ്ട ടൈപ്പ്, വണ്ണം കുറഞ്ഞ ടൈപ്പാണ്. ഇത് ഇമാം ബസന്ത് എന്ന് പറഞ്ഞൊരു മാവാണ്. നാസി ബസന്ത് പോലെയൊക്കെ തന്നെയാണ്, നല്ല ടേസ്റ്റാണിത്. ഇതിൻ്റെ വില 150 രൂപയാണ് വരുന്നത്. ഇവിടെ നീലം മാങ്ങ, അതുപോലെ മൽഗോവ, അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ, വെറൈറ്റീസ്. ഇതെല്ലാം 175 ആ റേഞ്ചാണ് വരുന്നത്. ലാസ്റ്റ് വന്നതിനേക്കാളും ഒരുപാട് കളക്ഷൻസ്, ഇപ്പോൾ ഒരുപാട് റിനോവേഷനും എല്ലാം വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഉണ്ടോ, സൈഡൊക്കെ ഉണ്ടോ, അടിപൊളിയായിട്ട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുളം ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴേക്കും അവർ അത്യാവശ്യം നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഇത് വാട്ടർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ജാമ്പ. ഇത് നമ്മൾ ഈ കോമൺ വെറൈറ്റീസ് ഒന്നും വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ സാധാ കോമൺ വെറൈറ്റീസാണ്. ഇതൊക്കെ ചുമ്മാ ആദ്യമൊക്കെ കാച്ച് നിൽക്കുന്നത് നല്ല രസമായിട്ട് നമുക്ക് തോന്നും. ഇത് പക്ഷേ അത്ര ഉപയോഗിക്കാൻ വെയിലുള്ള സമയത്താണ് വലിയ പ്രശ്നമല്ല. മഴ തുടങ്ങി കഴിഞ്ഞാൽ വെറും പുഴുവും അങ്ങനെ പ്രശ്നമുള്ളതാണ്. അതിനേക്കാളും ഈ വാങ്ങിച്ച് വയ്ക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഉമ്മർ ചാമ്പയോ അത് ദൽഹരി ചാമ്പയോ അങ്ങനത്തെ ഏതെങ്കിലും ജാമ്പ വാങ്ങിച്ച് വയ്ക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത്. ഇത് വരുന്ന പ്ലാവാണ്. ഇത് 500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. തേൻവരിക്കയാണിത്, 500 രൂപ. ഇത് പുളിയാണ്. പുളി ആവശ്യമുള്ളൊരു കഴിക്കാം. വലിയ തൈകളുണ്ട്. ഇത് പേരയാണ്. ഇതൊക്കെ 800 രൂപ വരെ പേരയാണ്, വലിയ തൈകൾ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് ഓൾറെഡി കിട്ടി ഉള്ള സൈസുള്ളതാണ്. നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉള്ള ആ ടൈപ്പ് സൈസുള്ളതാണ്. ഇതൊക്കെ ഉള്ള സൈസ് ആണ്. കണ്ട എല്ലാത്തിലും ഉണ്ട്, ഇതിലുണ്ട് എല്ലാത്തിലും. ഇതെല്ലാം ഓറഞ്ച് ടൈപ്പാണ്. ഓറഞ്ച് ഇപ്പോഴേ കണ്ട പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടോ, ഇത് 175 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓറഞ്ചുകൾ ഇത് സാധാ ആത്ത നമ്മളെ വരുന്നത്. ഇത് ബബിളി മോസാണ്. കണ്ടോ കാച്ചി നിൽക്കുന്നത്. ഇത് തന്നെ കാച്ചി നിൽക്കുന്നുണ്ട്. ഇതിൽ കാച്ചി വരുന്നുണ്ട്. അത് അകത്ത് റെഡ് കളറുള്ളതെന്നാണ് പറഞ്ഞത്. ബബിളി മോസ് വരുന്നത്. ഓറഞ്ച് കണ്ടോ പൂത്ത് നിൽക്കുന്നത്. സ്പെഷ്യലായിട്ട് മണമൊന്നുമില്ല. മുള്ളുണ്ട് ഒരുപാട്. ഇത് കാച്ചിട്ടുണ്ട് ഓറഞ്ച്. കണ്ട പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് കണ്ടോ, ഇതിൽ ചെറിയ കാ വന്നിട്ടുണ്ട്.
ഇത് അച്ചാച്ചെറു എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഫ്രൂട്ടാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അല്ല ഈ അച്ചാച്ചെറു എന്ന് പറഞ്ഞത്. ഹോം ഗ്രൗണ്ട് പ്രോഡക്റ്റാണ്, അപ്പോൾ വിശ്വസിക്കാം നമുക്ക്. എല്ലാം ഹോം ഗ്രൗണ്ട് കിടിലൊന്നുമല്ല, കാരണം സീഡ്സ് ആന്തോളം പറഞ്ഞാൽ അവരിറക്കുന്നത് അത്ര സീറ്റൊന്നും അല്ല. പിന്നെ അവരുടെ റംബൂട്ടാൻസ് അടിപൊളിയാണല്ല. ഇതെല്ലാം നമ്മൾ ഗോൾഡൻ സീതപ്പഴങ്ങളാണ്. ഇതെല്ലാം ഗോൾഡൻ സീതപ്പഴങ്ങളാണ്. പിന്നെ ഇത് വരുന്നത് എല്ലാം ബിഞ്ചായി വെറൈറ്റി വരണം, ഹോം ഗ്രൗണ്ട് തന്നെ റംബൂട്ടാൻ ബിഞ്ചായി നല്ല വെറൈറ്റിയാണ്. പക്ഷെ ഒരെണ്ണമൊക്കെ നടുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും N18 അല്ലെങ്കിൽ E35 അല്ലെങ്കിൽ സീസറോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റിയാണ് നടുന്നത് നല്ലത്. N18 ആകുമ്പോൾ നമ്മൾ വീട്ടിലത്തേക്ക് സ്ഥിരം കണ്ടുവരുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. E35 ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ചെറുതാണെന്നുള്ളൂ, മഞ്ഞ റംബൂട്ടാനാണ് E35 വരുന്നത്. എത്ര സൂപ്പറായിട്ട് നിൽക്കണമെന്ന്, നല്ല പഴുത്ത് നിൽക്കുന്നത് വേണ്ട. ഒന്നല്ല, ഇഷ്ടം പോലെ, അതെല്ലാം തറയിൽ കിടക്കുന്നുണ്ട് വേണ്ട. ഇത് നല്ല ടേസ്റ്റുള്ള രീതിയിലുള്ള ടൈപ്പ് സ്റ്റാർ ഫ്രൂട്ടാണ് വേണ്ട. ഇത് ഇവിടെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. ഇതൊക്കെ വലിയ വിലയൊന്നുമില്ല. സ്റ്റാർ ഫ്രൂട്ട് ചെറുത്, ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിക്കാം. ഇത് അത്യാവശ്യം അത്രയും പഴുത്തൊന്നുമില്ല, അത്ര പുളിപ്പില്ല. സാധാ നമ്മൾ കഴിക്കുന്നതിൻ്റെ അത്ര പുളിപ്പൊന്നുമില്ല, ചെറിയ പുളിപ്പുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണിത്. അത് കുറച്ചുകൂടെ പഴുക്കുമ്പോഴേക്കും, നല്ല പഴുക്കുമ്പോഴേക്കും ബ്രൗൺ കളറാവും, ഏകദേശം ഇതുപോലെയൊക്കെ. അപ്പോൾ നല്ല മധുരമായിരിക്കും എന്ന് തോന്നുന്നു. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം റേറ്റ് കുറവാണ് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഓറഞ്ച് കണ്ട, ഇവിടെ മൊസാമ്പി ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. ഓറഞ്ച് കാച്ചിക്കുന്നതുണ്ടോ? ഇത് സ്ഥിരം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഉണ്ടായിരുന്നു. കാച്ചിരിക്കുന്ന ഓറഞ്ച് 800 രൂപയുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ അവൻ്റെ വീട്ടിൽ ഒരുപാട് കാച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ കഴിച്ച് നോക്കിയത് എൻ്റെ റിവ്യൂ ഒന്നും ചോദിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യം വീട്ടിൻ്റെ അടുത്ത് ഏകദേശം എല്ലാം ഒരു ഓറഞ്ച് കളറായി നല്ല വലുതായിട്ട് കാച്ചിരിക്കുന്നു. ഒരു 60-70 കായൊക്കെ ഉണ്ട്, ഒരു സൈസുണ്ട്, ഒരു ഈ വണ്ണം വരും തടിക്ക്. മൊസാമ്പിയാണ് എന്നാ, ഇതൊക്കെ സൂപ്പർ തൈകളാണ്. ഇതും 750 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വലിയ മൊസാമ്പികളാണ് കണ്ട, ഇഷ്ടം പോലെ കാച്ചി നിൽക്കുന്നത്, എല്ലാത്തിലും കായുണ്ട്. അത്യാവശ്യം ഇത് ടേസ്റ്റുള്ള ടൈപ്പ് മൊസാമ്പിയാണ്. കണ്ട, ഇത് ഗോൾഡൻ സീതപ്പഴമാണ് കാച്ചി നിൽക്കുന്നത്. ഗോൾഡൻ ഇത് കണ്ട, ഇത് ഗോൾഡൻ സീതപ്പഴമാണ് പഴുത്ത് നിൽക്കുന്നുണ്ട്, നല്ല പഴുത്ത് നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ ആരും കാണാതെ അതാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് കണ്ട, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ റെഡ് നെല്ലി. ഇത് കായ്ക്കാൻ അത്ര കായ്ക്കൊന്നുമില്ലെന്ന് തോന്നുന്നു, പക്ഷേ കണ്ട തട്ടാവും തന്നെ ചെറിയതായിട്ട് അണഞ്ഞു പോയിട്ടുണ്ട്. ഇത് പക്ഷേ ഈ ഒരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് നമുക്ക് വയ്ക്കാൻ അടിപൊളിയാണ് ഈ റെഡ് നെല്ലി എന്ന് പറഞ്ഞ സാധനം, അടിപൊളിയാണ്. അതുപോലെ ഈ വേപ്പ്, ഇത് 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. റെഡ് നെല്ലി 150 രൂപയാണ് കേട്ടോ, നല്ല സൈസാണ്. ഒരു ഫ്രണ്ടിലൊക്കെ വയ്ക്കാൻ അടിപൊളിയല്ലേ. ഇതെല്ലാം വിയറ്റ്നാം സൂപ്പർ റെയർലിയാണ്. ഇത് 250 രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. വിയറ്റ്നാം സൂപ്പർ റെയർലി. ഇത് കംബോഡിയൻ ഓറഞ്ചാണ്. കംബോഡിയൻ ഓറഞ്ചിൻ്റെ റേറ്റ് അത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നല്ല അടിപൊളി തൈകളാണ് കേട്ടോ. നമ്മൾ കണ്ട സാധാരണ ഒരു അങ്ങനെ ഒരു തൈയല്ല കണ്ട, എല്ലാം വളരാനുള്ള കൊണ്ട് നമ്മൾ നല്ല സ്ഥലത്ത് വെച്ച് കൊടുത്ത് വളവും ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഇതുപോലത്തെ തൈ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു 2 വർഷത്തിനകത്ത്, അത് 1.5-2 വർഷത്തിനകത്ത് ഇതിന് നല്ല സ്ഥലത്ത് നല്ല സൂര്യപ്രകാശവും വെള്ളം കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും കായ്ക്കുന്ന ടൈപ്പാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. എനിക്ക് കഴിഞ്ഞ വർഷം കാച്ച് ഒരു 2-3 എണ്ണം കാച്ചുള്ളൂ ചക്ക. അതിലൊരു 35 കിലോ ഉള്ള ഒരു ചക്കയും ബാക്കി 2 ചെറിയ ചക്കകളാണ് കിട്ടിയത്. നല്ല തൈയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ സെയിം സൈസുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഇസ്രായേലി ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് 60 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 175ആണ്. ഇത് നമുക്ക് തൊലിയോടെ കഴിക്കാൻ പറ്റും. ബുഷ് ഓറഞ്ച് നമുക്ക് ഭയങ്കര പുളിപ്പാണ്, അത് തൊലിയോടെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ തൊലിയും കഴിക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് എല്ലാത്തിനും കായുള്ളത് തന്നെ.
വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല. 175 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കാം. ഇതിൻ്റെ കോംബോ എന്താണെന്ന് അറിയാമോ? ഒരു മിറക്കിൾ ഫ്രൂട്ട് വാങ്ങിക്കുക, ഒരു ഇസ്രായേലി ഓറഞ്ചോ അല്ലെങ്കിൽ ബുഷ് ഓറഞ്ചോ വാങ്ങിക്കുക. ഇത് മിറക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പുളിയൊന്നും അറിയില്ല. നമുക്ക് ബുഷ് ഓറഞ്ച് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. എൻ്റെ വീട്ടിൽ ഇപ്പോൾ രണ്ടും ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ കിട്ടിയൊരു ഐഡിയയാണ്. കാരണം ഇത് കാച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കഴിക്കുമെന്ന്. നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കേണ്ട, ചുമ്മാ ഇത് തന്നെ പറിച്ച് കഴിക്കാൻ പറ്റും. ഇത് നിൽക്കുന്നത് ഗംലെസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇല കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക്. ഗംലെസ് ആണിത്. ഇങ്ങനെ ചെറിയ റൗണ്ട് പോലത്തെ ഇലയാണ് ഈ ഗംലെസിന് വരുന്നത്. ഇതിന് ഈ അരക്കെന്ന് പറയുന്ന സാധനം കുറവാണ്, ഇല്ലെന്നല്ല, കുറവാണ്. താരതമ്യേന മറ്റ് സാധാരണ ചക്കകളെക്കാളും അരക്ക് കുറവാണ്. ഇത് നമ്മൾ സാധാരണ ആത്തയാണ്, മുള്ളാത്തയെന്ന് പറയും. ഇത് പക്ഷെ വിത്തിട്ട് പിടിപ്പിച്ചതാണ് ഇതെല്ലാം. ഇത് വീണ്ടും ഒരു റംബൂട്ടാൻ വെറൈറ്റിയാണ്. മഹർലിംഗ എന്നാണ് പേര്. ഇത് ഹോം ഗ്രൗണ്ട് പ്രോഡക്റ്റാണ്. 420 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഹോം ഗ്രൗണ്ട് പ്രോഡക്റ്റ് അത്യാവശ്യം റേറ്റാണ്. അവരെ ക്വാളിറ്റി, അവരെ ബ്രാൻഡിനാണ് ആ വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നാരകം വെറൈറ്റീസാണ്. എല്ലാം ഉണപ്പിക്കുമ്പോൾ കിട്ടും. ഇതെല്ലാം നാരകം വെറൈറ്റീസാണ്. ഇത് ഫിഗാണ്. ഉണ്ടോ? നമ്മൾ കുറച്ചുകൂടെ സൈസായിട്ട് എടുത്താൽ മതി. ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴേ നല്ല സൈസാവുള്ളൂ. അപ്പോഴെടുക്കുന്നത് നല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് ഫിഗ്. പിന്നെ ഫിഗൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാ ചെടികളും ആയതിനു ശേഷം വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അത് കാരണം ഇത് കാട്ടിൽ കിട്ടുന്ന ആ ടൈപ്പ് ഫിഗല്ല. ഇത് നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന ഇസ്രായേലി ഫിഗുണ്ട്, പിന്നെ ടർക്കിഷ് ഫിഗുണ്ട്. അതിൽ ടൈപ്പ് വരുന്ന ഫിഗാണ്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. മറ്റേ സാധാരണ ഫിഗ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നല്ലതാണ്. ഇത് സീഡ്ലെസ് ആണ് വരുന്നത്. സീഡ്ലെസ്. പക്ഷേ ഇത് കണ്ട ഇങ്ങനെ നമ്മളെ ഒരു കുറച്ച് കൂർപ്പിച്ചുള്ള ഒരു ഡാർക്ക് ഗ്രീനായിട്ടുള്ള പ്ലാവല ഉള്ളത് നോക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിക്കും. കണ്ട ഇതൊക്കെ ഉണ്ടോ? ഇത് സൂപ്പർ തൈകളാണ് ഇതൊക്കെ. ഉണ്ടോ? പെട്ടെന്ന് പൊടിക്കും. ഇത് ജാമ്പയാണ്. നമ്മളല്ലേ വാട്ടർ ആപ്പിൾ എന്നറിയപ്പെടുന്ന ജാമ്പ. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. എനിക്കത്ര ഇതല്ല. കമ്പോഡിയൻ ജാക്കാണിത്. ജാക്കിൻ്റെ തൈയാണിത്. ഇത് 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കമ്പോഡിയൻ ജാക്ക്. ഓറഞ്ച് കളറാണ് ചക്ക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കമ്പോഡിയൻ ഓറഞ്ച്. നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ തൈയാണ്. ഇതേപോലെ ചെറിയ ഇതുകൊണ്ടോ പെട്ടെന്ന് തന്നെ കായ്ക്കും. ഇതൊക്കെ 1.5 വർഷത്തിനകത്തൊക്കെ കായ്ക്കും. ഇത് കണ്ട ഇത്രയും വലിയ മാവ് നല്ല പൂത്തൊക്കെ നിൽക്കുന്നുണ്ട്. കോട്ടർക്കണ്ണ മാവാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2000 രൂപയാണ്. കണ്ട ഇത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സ്പ്ലിറ്റായിട്ട് വരുന്ന ടൈപ്പല്ല. സിംഗിളായിട്ട് വരുന്ന ലെയർ പോലെ വരുന്നതാണ്. ഇതുപോലത്തെ നമുക്ക് കുറച്ചുകൂടെ ഗ്രാഫ്റ്റിംഗ്, നല്ല ഗ്രാഫ്റ്റിംഗ് ആണ്. അതാണ് ഒരുപോലെ വരണത്. അപ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നും ആവില്ല. മണ്ണിൻ്റെ അടിയിലായാലും നമുക്ക് നല്ലതായിട്ട് വയ്ക്കാൻ പറ്റും. ഇത് 120 രൂപയാണ് ഈ പ്ലാവ് വരുന്നത്. ഇത് മുട്ട മരിക്കയാണ്. ഇത് 120 റേറ്റ് വരുന്നത്. ഇത് കറിവേപ്പിലയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 75-85 ആ പൊക്കത്തിനനുസരിച്ചാണ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മൾ ഗംലസ്. ഈ ഗംലസിന് 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് തേൻവരിക്കയാണ്. ഇത് 120 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല തൈയാണ് കേട്ടോ. 120 രൂപയ്ക്ക് വരുന്നത്. 120, 125, കുറച്ച് പൊക്കമുള്ളവർ 5 രൂപ വ്യത്യാസം വരും. കുറച്ച് ക്ഷമയുള്ളവരാണെങ്കിൽ ഇത് കുറച്ച് സമയമെടുക്കും. മറ്റേ വിയറ്റ്നാം പോലെ 1.5 വർഷം കൊണ്ടൊന്നും ഇത് കിട്ടില്ല. 5 വർഷമൊക്കെ സമയമെടുത്താലേ നമുക്ക് ഈ തേൻ വരിക്ക, മുട്ടൻ വരിക്ക അങ്ങനത്തെ വെറൈറ്റീസ് കിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. അതിൻ്റേതായ ഒരു നാടൻ വെറൈറ്റി ടേസ്റ്റ് ഇതിനുണ്ട്. ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇതാണ്. റംബൂട്ടാൻ്റെ വലിയ തൈയാണ്. ഇത് 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അനാറെന്ന് പറഞ്ഞാൽ നമ്മളെ മാതളം. ഒരുപാട് തൈയുണ്ട് മാതളത്തിൻ്റെ. ഇത് കണ്ടോ വെരിഗേറ്റഡ് സപ്പോർട്ടാണ്. ഉണ്ടോ? ഇതിൽ കായൊന്നുമില്ല. പൂവുണ്ട് പക്ഷെ കായ ആയിട്ടില്ല. ഇത് 400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വെരിഗേറ്റഡ് സപ്പോർട്ട. ഉണ്ടോ? ഇതുപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പേരപ്പുറത്തുണ്ട്. ഇത് വെരിഗേറ്റഡ് സപ്പോർട്ട. ഇത് വെറൈറ്റി തൈകളൊക്കെ കാണുമ്പോൾ ഒരു ഓർണമെൻറ്റ് പ്ലാന്റ് പോലെയും കാണാം. അതിഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്കിന്ന് അഭിയുമാണ്. ഇത് ഹോം ഗ്രൗണ്ട് പ്രോഡക്റ്റാണ്. ഇത് 450 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഹോം ഗ്രൗണ്ട് അഭിയു.
ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത് വേറെ ജില്ലകളിലുള്ളവർക്ക് ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ള വില കാണുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നും. കാരണം ഇതൊന്ന് 450 രൂപയ്ക്ക് പറയുമ്പോൾ തൃശ്ശൂരുള്ളവരെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും, എടാ ഇത് ഇവിടെ നിന്ന് 200 രൂപയൊക്കെ ഉള്ളൂ. കാര്യം അവിടെ കുറച്ചുകൂടെ ബൾക്ക് പ്രൊഡക്ഷൻ വരുന്നതുകൊണ്ടാണ് അവിടെ കുറച്ച് റേറ്റ് കുറവ് തന്നെയാണ്. അവിടെ മലപ്പുറം സൈഡിലൊക്കെ റേറ്റ് കുറവ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കിപ്പം മലപ്പുറത്ത് പോയി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ തൃശ്ശൂർ പോയി പർച്ചേസ് ചെയ്യാനോ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 200 രൂപ വ്യത്യാസം വരുത്തി നമ്മൾ വാങ്ങിക്കേ വഴിയുള്ളൂ. നല്ല തൈകൾ നോക്കി എടുക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇത്തിരി എന്തോ ഒരു അത്ര ശക്തിയില്ലാത്തൊരു പ്ലാന്റാണ് കണ്ടോ ആ ഒരു പ്ലാന്റ്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുക. ഇത് ചെറിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. വലിയ തൈ വേണ്ട, 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് വേണ്ട നമ്മുടെ സ്ട്രോബെറി ഇരിക്കുന്നത്, ഇതിൻ്റെ വില വരുന്നത് 35 രൂപയാണ് കേട്ടോ സ്ട്രോബെറി. ഇത് ജീരക കരിവേപ്പിലയാണ്. ഇത് സ്ട്രോബെറി. ഇത് 15 രൂപയാണ് ജീരക കരിവേപ്പിലയുടെ വില. ഇത് വരുന്നത് സ്ട്രോബെറി പേരയാണ്. സ്ട്രോബെറി പേര 2 വെറൈറ്റീസുണ്ട്, റെഡും യെല്ലോയും. പക്ഷേ ഇത് അത്രത്തോളം കായ് ബലം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം ഞാൻ നട്ടിട്ടും എനിക്ക് ഒട്ടും കായ് ബലം കിട്ടിയിട്ടില്ല ഇത് രണ്ടിലും. യെല്ലോയും നട്ട് റെഡും നട്ട് കുറച്ച് അവിടെ ഇവിടെ ഉണ്ടാകുന്നതല്ലാതെ കൂടുതലായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. ഇത് വരുന്നത് 60 രൂപയുടെ ബിറാപ്പിളാണ് ഇത് വരുന്നത്. ഇത് ഗ്രീനാണ്. നമ്മൾ നേരത്തെ റെഡിൻ്റെ അവിടെ കണ്ടായിരുന്നു. ഇത് ഗ്രീൻ വരുന്നത്. ഇത് 60 രൂപയാണ് വരുന്നത്. പൊളിനിയല്ല ഇത് വേറൊരു വെറൈറ്റി പേരയാണ് കണ്ട. വേറെ ചെറിയ ഇലയുള്ള പേരയാണിത്. ഇതൊക്കെ ഓർണമെൻറ്റ് പ്ലാന്റ്സ് ആയിട്ടാണ് കൂടുതലും വെക്കുന്നത്. ഇത് നമ്മളാ ശീമനെല്ലി എന്നൊക്കെ അറിയപ്പെടുന്നൊരു നെല്ലിയാണ്. പക്ഷേ അത്ര സ്ട്രോങ് ഒന്നുമല്ല തൈകളൊന്നും. വലുത് തറയിൽ നട്ടുമ്പോൾ പെട്ടെന്ന് പൊടിച്ചോളും. ഇതെല്ലാം വരുന്നത് ഇതാണ് നമ്മളെ നോർമൽ ഇവിടുന്ന് ബഡ് ചെയ്യുന്ന ടൈപ്പ് റംബൂട്ടാൻസാണ്. ഇത് കണ്ട മിസ് ഇന്ത്യ ആ റെഡ് ആപ്പിൾ. ഇത് റെഡാണ് വരുന്നത്. മറ്റേ സാധാരണ നമ്മൾ നേരത്തെ കണ്ടത് ഗ്രീൻ. ഇത് 100 രൂപയാണ് ഇവിടെ റേറ്റ്. ഇത് വരുന്ന മട്ടോവ ചെടിയാണ്. വലിയ പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ സൈസുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു. മട്ടോവ ഇത് ഹോം ഗ്രൗണ്ട് പ്രോഡക്റ്റാണ് മട്ടോവ. നല്ല വലിയ പൊക്കമുള്ള ചെടികളാണ്. ഇഷ്ടംപോലെ ചാമ്പ കാച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ വെരിഗേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട പറഞ്ഞു. ഇത് കണ്ട വെരിഗേറ്റഡ് ആയിട്ടുള്ള പേര. ഇത് വരുന്നത് 85 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഒരുപാട് തൈയുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും വലിയ ഇഷ്ടംപോലെ തൈകളുണ്ട്. വെരിഗേറ്റഡ് ആയിട്ടുള്ള പേര, വെരിഗേറ്റഡ് പേര. ഇതൊക്കെ ഉണ്ട്, നല്ല അടിപൊളി തൈകളാണ്. 85 രൂപയ്ക്ക്. ഇതിൽ പേരയ്ക്കുണ്ട്. ഇത് റെഡ് കളറിലുള്ള ഇതാണ് ജപ്പാൻ പേര. വരുന്നത് 85 രൂപയാണ് ഈ ജപ്പാൻ പേരയ്ക്ക് വരുന്ന വില. 85 രൂപ. ഇത് അലഹബാദ് സഫേദ് എന്ന് പറഞ്ഞൊരു ഇതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. റെഡ് ഡയമണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ജപ്പാൻ പേര. ഒരുപാട് കായ്ക്കും. നല്ല അകത്ത് നല്ല ഭയങ്കര റെഡാണ്. കുരു കുറവാണ് ഇതിന് ഈ ജപ്പാൻ പേരയ്ക്ക്. അലഹബാദ് സഫേദ് അകത്ത് വെള്ളയാണ്. അടിപൊളി. ഇതും നല്ല പേരയാണ്. പേരകൾ അത്യാവശ്യം നല്ല വെറൈറ്റീസ് തന്നെ. ഈ വെരിഗേറ്റഡ് അത്ര കായ്ക്കില്ല, ഓർണമെൻ്റൽ ടൈപ്പാണത്. അതൊക്കെ ഇഷ്ടംപോലെ കായ്ക്കുന്നതാണ്. അത് തായ്വാൻ പിങ്ക് പേരയാണ്. അത് 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കണ്ടോ, ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഒരു പുഷ്ടിയിലൊന്നേ ഉള്ളൂ. പക്ഷേ താഴെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കായ്ക്കും. വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും നല്ല റിവ്യൂ ഉള്ളൊരു ഇതാണ്. ഇത് ജപ്പാൻ പേരയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 85 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇഷ്ടംപോലെ തൈകളുണ്ട്. കാച്ചിക്കുന്ന കിലോ പേരയാണ്. കിലോ പേര ഇത് 250 രൂപയാണ് ഈ തൈക്ക് വരുന്നത്. കിലോ പേര 250 രൂപ. ഇത് നമ്മളെ നോർമലായിട്ടുള്ള ശീമച്ചക്കയാണ്. വേണ്ട സാധാ ഇത് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് വെരിഗേറ്റഡ് ആയിട്ടുള്ള പേര ഞാൻ പറഞ്ഞില്ലേ, അതിൽ പേരയ്ക്ക് ഇഷ്ടംപോലെ കാച്ചിരിക്കുന്നത് കണ്ട അപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള പേരയ്ക്ക് കാച്ചിക്കണം കേട്ടോ. ഇതാണ് വെരിഗേറ്റഡ് പേര. ടേസ്റ്റൊക്കെ സാധാ പേര പോലെ തന്നെയാണ്. ഒരുപാട് തൈകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. എന്താ പേരയും
വേണ്ട, ഇത് 70 രൂപ വരെ പേരയാണ്. ഇത് ലളിതം എന്ന് പറഞ്ഞ പേരയാണ്, അകത്ത് വെള്ളയാണ്. ഇതിന് 70 രൂപയാണ് റേറ്റ്. പക്ഷേ നല്ല തൈകളാണ് കേട്ടോ. തായ്വാൻ പിങ്ങിനെ പോലെയല്ല, പക്ഷേ നല്ല അടിപൊളി തൈകളാണ് ഇരിക്കുന്നതെല്ലാം. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ. ഇതാണ് നമ്മളെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഫുള്ളായിട്ട് വരുന്നത്. ഒരുപാട് കളക്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.